പറഞ്ഞ മനസ്സിലായില്ലേ? കേരളം ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ മരണനിരക്കോടൊപ്പം നിൽക്കുകയോ ചിലപ്പോൾ അതിനേക്കാൾ കുറവാണ് മരണനിരക്ക്. അങ്ങനെ നിൽക്കുന്ന ലോകത്തിലെ അപൂർവം കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായും അതിന് യാതൊരു താരതമ്യവുമില്ല. അല്ല, അത് പറയുമ്പോൾ ഈ പെൻഷൻ ബാധ്യത കൂട്ടുന്നുള്ള പെൻഷൻ ബാധ്യത അതൊരു സ്വാഭാവിക സംഭവമാണ്. കാരണം പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? എന്താ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ബാധ്യത കൂട്ടിക്കൊണ്ടിരിക്കും. ആ ബാധ്യത കൂട്ടിക്കൊണ്ട് തന്നെ മരണനിരക്ക് കുറക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. അല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മരണനിരക്ക് കുറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ഒരു വിജയമായി കൂടിയല്ലേ പറയുന്നത്? ആരോഗ്യരംഗത്തിൻ്റെ വിജയമാണ്, നമ്മുടെ പാരിസ്ഥിതികമായ വിജയമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ട്. ഇതിനകത്ത് ആളോഹരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനിയും കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വളർച്ച ഒരു വികസിത അവികസിത രാജ്യങ്ങളുടെ തരത്തിലല്ല. നമ്മളൊരു അതിൻ്റെ ഒരു പകുതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വികസിത രാജ്യങ്ങളുടെയും ജനജീവിതത്തോടൊപ്പം ഒരു 10-20 വർഷം കൊണ്ട് എത്തിക്കാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെൻഷൻ നല്ലപോലെ കൊടുക്കേണ്ടി വരും, ഇനിയും കൊടുക്കേണ്ടി വരും. പെൻഷൻ കൊടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, പെൻഷൻ കൂടുതൽ കൊടുക്കുക വേണ്ടത്. അപ്പോൾ മരണനിരക്ക് കുറയില്ലേ? ജനനനിരക്കും കുറയാണ്, ജനനനിരക്കും കുറയാണ്. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ലോകത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിലെ വികസിത രാജ്യങ്ങളെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നവകേരളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തലാണ്. അല്ലാണ്ട് ഈ പെൻഷൻ വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങാത്തവരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.